കർണാടകയിൽ ഇനി DK യുഗമാണ്. 25ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് DK ശിവകുമാർ. ഉപമുഖ്യമന്ത്രി G പരമേശ്വര ഉൾപ്പെടെ 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, കേരള മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങി കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. ನಾನು DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಾದ ನಾನು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಪರ್ಯಾಲೋಚನೆಗೆ ತರಲಾಗುವ ಅಥವಾ ನನಗೆ ತಿಳಿಯದೆ ಬರುವ ಯಾವುದೇ ವಿಷಯವನ್ನ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കർണാടകയിൽ ഇനി DK യുഗം. ലോക് ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 4 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞ. ഭരണഘടനയെ നെഞ്ചോട് ചേർത്തായിരുന്നു DKയുടെ സത്യപ്രതിജ്ഞ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കി നിൽക്കെ സാമുദായിക സമവാക്യം പരിഗണിച്ചാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത്. ഉപമുഖ്യമന്ത്രിയായി ഡോക്ടർ G പരമേശ്വര സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭയിൽ KJ ജോർജ്, സതീഷ് ജർക്കിഹോളി, KH മുനിയപ്പ, MB പാട്ടീൽ, പ്രിയങ്ക് ഖർഗെ, രാമലിംഗ റെഡ്ഡി, യതീന്ദ്ര സിദ്ധരാമയ്യ, ഈശ്വർ ഖന്ദ്രെ, UT ഖാദർ, ശരൺ പ്രകാശ് പാട്ടീൽ, കൃഷ്ണ ഭൈരവ് ഗൌഡ ഉൾപ്പെടെയുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വിധാൻ സൗദയിൽ ആദ്യ മന്ത്രിസഭാ യോഗവും നടന്നു. 2ാം ഘട്ട മന്ത്രിസഭാ പുനഃസംഘടന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നടക്കും. 2023 2.5 വർഷമെന്ന ധാരണയിൽ സിദ്ധരാമയ്യ അധികാരമേറ്റെങ്കിലും 3 വർഷം പൂർത്തിയാക്കിയിട്ടും രാജിവെക്കാൻ തയ്യാറാകുന്നതോടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടായത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ സിദ്ധരാമയ്യ പക്ഷത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എങ്കിൽ അധികാര വടംവലി ശക്തമാകുമെന്നതിൽ സംശയമില്ല. ബംഗളൂരുവിൽ നിന്നും സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.